ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ജിയോഗ്രഫിയിലെ മേഘങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി എന്ന് പറയുന്നത്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി എന്ന് പറയുന്നത്. നീരാവി അടങ്ങിയിരിക്കുന്ന ചൂടുവായു അന്തരീക്ഷത്തിൽ മുകളിലേക്ക് ഉയരുന്തോറും തണുത്തുറഞ്ഞാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നീരാവി അടങ്ങിയിട്ടുള്ള ഹോട്ടായിട്ടുള്ള എയർ, അപ്പോൾ വാട്ടർ വേപ്പർ അടങ്ങിയ ഹോട്ടായിട്ടുള്ള എയർ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്തോറും, അതായത് അറ്റ്മോസ്ഫിയറിലോട്ട് മുകളിലേക്ക് പോകുന്തോറും അതെന്ത് ചെയ്യുന്നു? തണുത്തുറഞ്ഞാണ് മേഘങ്ങളായിട്ട് മാറുന്നത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ നേർത്ത എന്തുണ്ട്? പൊടിപടലങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. മഴ, മഞ്ഞ് എന്നിവയുടെ രൂപീകരണത്തിന് കാരണവും മേഘങ്ങളാണ്. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. മേഘങ്ങളുടെ ഉയരം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീലോമീറ്റർ. മേഘങ്ങളുടെ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ്? സീലോമീറ്റർ. ഇതിൽ ഉപയോഗിക്കുന്നത് ലേസർ രശ്മികളാണ്. ലേസർ റേസ് ആണ് സീലോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷ വിസ്തീർണത്തിൽ 50% വരെ ഏതു സമയത്തും മേഘാവൃതമായിരിക്കും. അപ്പോൾ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിക് ഏരിയ എടുക്കുകയാണെങ്കിൽ അതിൽ 50% വരെ ഏത് ടൈമിലും എന്തു തന്നെയായിരിക്കും? മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കും. മേഘങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് 1803 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ലൂക്ക് ഹോവാർഡാണ്. മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് 1803 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ലൂക്ക് ഹോവാർഡാണ്. മേഘങ്ങളുടെ ചലനദിശ, വേഗത എന്നിവ അളക്കുന്ന ഉപകരണമാണ് നെഫോസ്കോപ്പ്. മേഘങ്ങളുടെ ചലനദിശ, വേഗത, സ്പീഡും അതുപോലെ ഡയറക്ഷൻ, അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ, അതൊക്കെ മെഷർ ചെയ്യുന്ന ഉപകരണമാണ് നെഫോസ്കോപ്പ്. എന്നാൽ മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? നെഫോളജിയാണ്. മേഘങ്ങളുടെ ഉയരം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സീലോമീറ്ററാണ്. അതിലുപയോഗിക്കുന്ന രശ്മികൾ ഏതാണ്? ലേസർ രശ്മികളാണ്. മേഘങ്ങൾ ആദ്യമേ വർഗീകരിച്ചത് ആരാണ്? 1803 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ലൂക്ക് ഹോവാർഡാണ് മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ചത്. അതുപോലെ തന്നെ മേഘങ്ങളുടെ അന്തരീക്ഷ വിസ്തൃതിയിൽ 50% വരെ ഏത് സമയം എന്തു തന്നെയായിരിക്കും? മേഘാവൃതമായിരിക്കും. ഈ നീരാവി അടങ്ങിയിട്ടുള്ള ചൂടുവായു അന്തരീക്ഷത്തിൽ മുകളിലേക്ക് പോയി ഉയരും തോറും അത് തണുത്തുറഞ്ഞ് എന്തായിട്ട് മാറുന്നു? മേഘങ്ങളായിട്ട് മാറുന്നു. മേഘങ്ങളെ അവയുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല മേഘങ്ങൾ, മധ്യതല മേഘങ്ങൾ, നിമ്നതല മേഘങ്ങൾ, ലംബമേഘങ്ങൾ എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള മേഘത്തിൻ്റെ ഉയരം വെച്ചിട്ട് അതിൻ്റെ ബേസിസിൽ മേഘങ്ങളെ 4ആയിട്ട് തിരിക്കുന്നു. ഉന്നതതല മേഘം, മധ്യതല മേഘം, നിമ്നതല മേഘങ്ങൾ, ലംബമേഘങ്ങൾ. ഉന്നതതല മേഘങ്ങൾ, മധ്യതല മേഘങ്ങൾ, നിമ്നതല മേഘങ്ങൾ, ലംബമേഘങ്ങൾ എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു.